കേരളത്തിൽ UDF മന്ത്രിസഭ വരുമെന്നും ഉറപ്പായി കഴിഞ്ഞു. ഇനി ആരാണ് മുഖ്യമന്ത്രിയാവാൻ പോകുന്നത്, ആരെല്ലാമാണ് മന്ത്രിമാരാവാൻ സാധ്യതയുള്ളത്, അത്തരം ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഔദ്യോഗിക രൂപം അതിനുണ്ടാവണം. മുഖ്യമന്ത്രി സ്ഥാനം എന്തായാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീരുമാനം ആകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അത്തരം സാധ്യതകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് എങ്ങനെയെല്ലാമാണ് UDF ഈ മന്ത്രിമാരെ തീരുമാനിക്കുന്നത്, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് എന്നതുകൂടി നോക്കാം. സൈത്ത്, നമുക്ക് കഴിഞ്ഞ 2011 അവസാനം UDF അധികാരത്തിലേറിയത്. അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നു മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന് അന്ന് 10+1 എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ സീറ്റാണ്. 5 മന്ത്രിമാരുണ്ടായിരുന്നത് മുസ്ലിം ലീഗിനാണ്. കേരള കോൺഗ്രസിനുണ്ടായിരുന്നത് 2 മന്ത്രിമാരാണ്. RSPക്ക് ഉണ്ടായിരുന്നത്, കേരള കോൺഗ്രസ് M ആയിരുന്നു, RSPക്ക് ഉണ്ടായിരുന്ന ഒരു മന്ത്രിയാണ്. അങ്ങനെ ഘടകകക്ഷികൾക്കെല്ലാം അനൂപ് ജേക്കബിന് മന്ത്രിസ്ഥാനം നൽകിയിരുന്നു, മറ്റുള്ളവർക്കൊക്കെ മന്ത്രിസ്ഥാനം നൽകി. ഇത്തവണത്തെ ഒരു സാധ്യതകളിലേക്ക് പരിശോധിച്ചാൽ ഇത്തവണയും ഈ 20 സീറ്റുകൾ അതിൽ കാര്യമായ മാറ്റം. ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളെല്ലാം ജയിച്ചു വന്നിട്ടുണ്ട്. 7 സീറ്റുമായി കേരള കോൺഗ്രസ് ഉണ്ട്, 3 സീറ്റുമായി ഉണ്ട്. അനൂപ് ജേക്കബ് ജയിച്ചു വന്നിട്ടുണ്ട്, KK രമ ഉണ്ട്, G സുധാകരൻ മറ്റൊരു ഭാഗത്ത് മന്ത്രിയാവുന്ന പ്രതീക്ഷിക്കുന്ന ആൾ ജയിച്ചു വന്നിട്ടുണ്ട്. CP ജോൺ എന്തായാലും മന്ത്രിയാവുന്ന ഉറപ്പുള്ള ഒരാളാണ്. മാണി സി കാപ്പൻ. ഇവർക്ക് എല്ലാവർക്കും കൂടി മന്ത്രിസ്ഥാനം കൊടുത്ത് കോൺഗ്രസിന്റെ 10 മന്ത്രിസ്ഥാനം എടുക്കുക എന്നുള്ളത്. പക്ഷേ കോൺഗ്രസിനെ കുഴയ്ക്കുന്ന പ്രശ്നം ഒരുപക്ഷെ ഘടകകക്ഷികളുടെ വലിപ്പച്ചെറുപ്പം നോക്കുമ്പോൾ പ്രധാനപ്പെട്ട വലിപ്പമൊന്നും ഇല്ലെങ്കിൽ കൂടിയും ചിലരൊക്കെ വലിയ കീ ഫാക്ടറാണ്. KK രമ പ്രധാനപ്പെട്ട മുഖമാണ്. CP ജോൺ ഒരാളേ ഉള്ളൂ, പക്ഷേ പ്രധാനപ്പെട്ട ഒരു മുഖമാണ്. ഇങ്ങനെ മാണി സി കാപ്പൻ പാലയിൽ പോരടിച്ച് ജയിച്ചു വന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ എങ്ങനെ പരിഗണിക്കുമെന്നൊരു വിഷയം ഒരുപക്ഷെ എങ്ങനെ പൂർണ്ണമായ ഒരു മന്ത്രിസ്ഥാനം നൽകി കൊണ്ടുപോകുമോ, അതല്ല ടേം വ്യവസ്ഥയിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുമോ, എന്തായിരിക്കും കോൺഗ്രസിന്റെ ആലോചന എന്നത് പ്രധാനമായിരിക്കും അല്ലേ? അത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഇതാണ്, മിനിമം 10+1 11 മന്ത്രിമാരെങ്കിലും കോൺഗ്രസ് ഉണ്ടാവണം. ലീഗിന് കഴിഞ്ഞ തവണ 5 മന്ത്രിമാരായിരുന്നു. ഇത്തവണയും കഴിഞ്ഞ തവണ 72 സീറ്റ് കിട്ടുമ്പോഴാണ് 20 പേർക്ക് 5, അതുകൊണ്ട് 3 അധികം സീറ്റ് കിട്ടിയെന്ന് വെച്ച് മന്ത്രിസ്ഥാനം കൂടാൻ സാധ്യത. 5 മന്ത്രിമാർ തന്നെ ഉണ്ടാവാനാണ് സാധ്യതയുള്ളത് നിലവിലുള്ളത്. കേരള കോൺഗ്രസിന് ഒരു മന്ത്രിയായിരിക്കും. അവർ 2 മന്ത്രിസ്ഥാനം ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ 1 എന്ന് പറയുന്നത് 2 മന്ത്രിമാരിലേക്ക് ഉയർന്നേക്കാം. RSPക്ക് എന്തായാലും 3 സീറ്റുള്ള RSPക്ക് ഒരു മന്ത്രി മാത്രമേ ഉള്ളത്. ഇനി പിന്നീടുള്ള സാധ്യത ഒന്ന് CP ജോണിന്. എന്തായാലും CP ജോണിനെ പോലൊരു നേതാവ് ഏറെ ദീർഘകാലം ഒരിക്കൽ പോലും അദ്ദേഹത്തിന് വിജയിക്കുന്ന ഒരു സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം മന്ത്രിയാവുമെന്ന് ഇവരെല്ലാവരും ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള. CP ജോണിന് മിക്കവാറും 5 വർഷം തന്നെ മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് കഴിഞ്ഞ തവണ 5 വർഷം മന്ത്രിയായിരുന്ന അനൂപ് ജേക്കബും മറ്റൊന്ന് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന മാണി സി കാപ്പനുമാണ്. ഇവർ രണ്ടുപേർക്കും ചിലപ്പോൾ ഈ പൂർണ്ണമായ ടൈം കിട്ടുമോ എന്നൊക്കെ അത്തരം ഒരു ആലോചന ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും തള്ളിക്കളയാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഒരുപക്ഷെ പഴയകാല കോൺഗ്രസ് ചിന്തകളിലാണ് ഈ ചെറിയ കക്ഷിക്കും വലിയ പരിഗണന. അതാണല്ലോ കോൺഗ്രസ് UDFന്റെ ഒരു ജനാധിപത്യ സ്വഭാവമായി അവർ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ഇത്തവണ ചിത്രം വ്യത്യസ്തമാണ്. 2 കീ ഫാക്ടറായ കക്ഷികൾ കോൺഗ്രസും ലീഗുമാണ്. അപ്പോൾ അവർ പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങളും വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നു, മറ്റുള്ളവർക്കൊരു പരിഗണനയായിരിക്കും. അപ്പോൾ അനൂപ് ജേക്കബ് ഇത്ര വലിയ മജോറിറ്റി നിൽക്കുമ്പോൾ ചെറിയ കക്ഷികളെ ഒരു ടേം വ്യവസ്ഥ കൊണ്ടുവന്നാലും അവരൊന്നും പ്രായോഗികമാവില്ല എന്നൊരു വിഷയം. അതെ, അതിനകത്ത് ഇനി മറ്റൊന്ന് കാണേണ്ടത് G സുധാകരൻ്റെതാണ്. G സുധാകരന് മന്ത്രിസ്ഥാനം നൽകുമോ ഇല്ലയോ എന്നൊക്കെ അതൊരു പ്രധാനപ്പെട്ട. അതോ ഇനി അദ്ദേഹത്തിന്റെ സ്പീക്കറിലായിട്ട് കൊണ്ടുവരുമോ, അതോ ഇനി അതല്ല ഭരണപരിഷ്കാര കമ്മീഷനോ അങ്ങനെ ഏതെങ്കിലും സ്ഥാനമായിരിക്കും നൽകുന്നത്? അതൊരു വലിയ ചോദ്യമായി ഇപ്പോഴും കോൺഗ്രസിന് മുന്നിൽ നിൽക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനം മാറ്റി നിർത്തിയാൽ 23 കീ പൊസിഷനുകളുണ്ട് അല്ലേ? അതായത് 20 മന്ത്രിമാര്, ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് വിപ്പ്, ഇങ്ങനെ എന്തായാലും ഇദ്ദേഹത്തെ കൊണ്ടുവരണമെങ്കിൽ സ്പീക്കർ സ്ഥാനത്തിലോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനമോ കുറച്ചു പറ്റില്ല. മന്ത്രിസഭയിൽ ഇരിക്കാൻ സുധാകരൻ തയ്യാറാകുമോ കോൺഗ്രസുകാർക്കൊപ്പം എന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് അല്ലേ? അതെന്തായാലും കോൺഗ്രസിൽ ഇനി സുധാകരന്റെ മനസ്സിൽ കൂടി അറിഞ്ഞ് തീരുമാനിക്കേണ്ട ഒന്നാണ്. എന്തായാലും G സുധാകരനെ അവഗണിക്കാൻ കോൺഗ്രസിനായില്ല. G സുധാകരന്റെ വരവ് കേരളത്തിലാകമാനം, അമ്പലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലാകമാനം UDF വിജയത്തിൽ നിർണായകമായത്. ഇനി നമുക്ക് ഇവരുടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സാധ്യതകളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഇത് കേരളം മുഴുവൻ അറിയുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പറയാനുള്ള KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, ഇങ്ങനെ 3 പേരുടെ പേരുകളാണ് ഏറ്റവും സജീവമായിട്ടുള്ളത്. ആരുടെയെങ്കിലും പേരിന് മേൽക്കൈയുണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾ മോശമാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. 3 പേരും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നിലവിൽ കോൺഗ്രസിന്റെ ഒരു രീതി, സാധാരണഗതിയിൽ കോൺഗ്രസ് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനവും നിയമസഭാ കക്ഷി പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം കോൺഗ്രസ് MLA മാർ ആരെ തുണയ്ക്കുന്നു എന്നുള്ളിടത്താണ് സാധാരണഗതിയിൽ തീരുമാനം വരുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിനെ എടുത്ത സമയത്തൊക്കെ അതിൽ ചില ഹൈക്കമാൻഡ് താല്പര്യമനുസരിച്ച് ചില മാറ്റങ്ങൾ വരികയും VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിലവിൽ വരുന്ന കണക്ക് വെച്ചാണെങ്കിൽ ഈ ജയിച്ച 2 MLA മാരെക്കാൾ കൂടുതൽ സാധ്യതയുള്ളത്
KC വേണുഗോപാലിനാണ്. കൂടുതൽ MLA-മാർ പിന്തുണയ്ക്കുന്നത് KC വേണുഗോപാലിനെയാണ്. ഈ ഒരു വലിയ വിജയത്തിൽ നിലവിൽ MLA പോലും അല്ലാത്ത ഒരാളിലേക്ക് കൊടുക്കുക പൊതുസമൂഹത്തിന് മുന്നിൽ ഈ വിജയത്തിൻ്റെ ശോഭ കെടുത്തുമോ എന്നൊരു വിഷയം യഥാർത്ഥത്തിൽ ഉണ്ടാവാം. എനിക്ക് തോന്നുന്നു KC എന്തായാലും ക്ലെയിമിന് വരില്ലെന്നൊരു തോന്നലുണ്ടാക്കിയെങ്കിലും ഇന്ന് രാവിലെ KCയുടെ വന്ന ചില പ്രസ്താവനകൾ അദ്ദേഹം ക്ലെയിം ഉന്നയിച്ചേക്കാമെന്ന സൂചനയുണ്ട്. ഇതിനിടയിലാണ് പുതിയ വാർത്തകൾ വരുന്നത്. MLA-മാരുടെ എണ്ണം നോക്കണം, അവരുടെ അഭിപ്രായം അറിയണം, KC ക്യാമ്പ് നീക്കം തുടങ്ങി എന്ന വാർത്തകൾ കൂടി വരുന്നു. അപ്പോൾ KC ഒരു ക്ലെയിം ഉന്നയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലെന്ന് തന്നെയാണ്. സജിത്ത്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ തവണ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ KC വേണുഗോപാൽ പൂർണ്ണമായും കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഇത്ര ദിവസങ്ങളില്ലായിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും നയിക്കാൻ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയതും അത് KC വേണുഗോപാൽ തന്നെയാണ്. മറ്റൊന്ന്, ഇവരെ ഈ കേരളത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ഫണ്ട് അടക്കം എത്തിച്ചതും ഘടകകക്ഷികളുമായി ഐക്യത്തോട് കൊണ്ട് പ്രധാനപ്പെട്ട ഒരു ഘടകം KC വേണുഗോപാലുണ്ട്. അത് പക്ഷേ 5 കൊല്ലം ഈ ഇതിനെ നയിച്ചത് VD സതീശനാണ്. 5 വർഷം ഈ പിണറായി സർക്കാരിനെതിരെ ഒരു വലിയ വികാരമുണ്ടാക്കാനും പിണറായി സർക്കാരിനെതിരെ അല്ലെങ്കിൽ പിണറായിക്കെതിരെ സർക്കാരിനെതിരെയുള്ള വികാരമാണോ പിണറായിക്കെതിരെയുള്ള വികാരമാണോ എന്നൊക്കെ ചർച്ച നടക്കുന്നതിനിടയിൽ പിണറായിക്കെതിരെ ഒരു വികാരം സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അത് VD സതീശനാണ് എന്നതിൽ സംശയമില്ല. മറ്റൊന്ന് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ഈ രണ്ടുപേരുടെയും നേതാവായിരുന്നു. ഈ രണ്ടുപേരും, ഒരാൾ 61-കാരനും ഒരാൾ 63-കാരനുമാണെങ്കിൽ 69-കാരനായ രമേശ് ചെന്നിത്തല 40-ാമത്തെ വയസ്സിൽ കേരളത്തിൽ മന്ത്രിയായതാണ്. പിന്നീട് അദ്ദേഹത്തിന് മന്ത്രിയാവാൻ കഴിഞ്ഞ തവണത്തെ ആഭ്യന്തര വകുപ്പിന് വരെ കാത്തിരിക്കേണ്ടി വന്നു. ഒരു ചെറിയ ടൈം മാത്രം. ഒരിക്കലും അദ്ദേഹത്തിന് ഫുൾ ടൈം മന്ത്രിയായിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നന്നായി ചെറുപ്പം. ഈ രണ്ടുപേരുടെയും ഒരു കാലത്ത് KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹത്തിനും എത്ര പേരുടെ പിന്തുണ കിട്ടും, ഇനി ഗ്രൂപ്പിന്റെ പഴയ ഗ്രൂപ്പുകളുടെ പിന്തുണ ആര്, ഇതെല്ലാം പ്രധാനമാണ്. ഈ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് ഘടകകക്ഷികൾ എന്തു പറയുന്നു? പ്രത്യേകിച്ച് ലീഗിന്റെ മനസ്സ് അറിയാൻ ഇവർ ശ്രമിച്ചേക്കും. ഇതിൽ ഘടകകക്ഷികൾ ഒരു കീ ഫാക്ടർ ആയാൽ ലീഗ് അടക്കമുള്ളവർ സതീശനിലേക്ക് തന്നെയല്ലേ പോകുള്ളൂ? അതിന്റെ ചാൻസ് തന്നെ. സജിത്ത്, ഇതിനകത്ത് ഘടകകക്ഷികൾ ഒരു കീ ഫാക്ടർ ആവില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഇതുവരെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഉമ്മൻചാണ്ടിയും ആന്റണിയും അതിന് മുമ്പ് ആന്റണി കരുണാകരന്റെ മറ്റു ഘട്ടത്തിലൊക്കെ അത്തരം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഭൂരിപക്ഷം വ്യക്തമായ മേൽക്കൈ കോൺഗ്രസിനുണ്ട്. ഇവിടെ കോൺഗ്രസ് ഘടകകക്ഷികളോട് അഭിപ്രായം തോന്നി ഞങ്ങളിൽ ആരാവണം എന്നുള്ളൊരു അഭിപ്രായം ചോദിക്കില്ല എന്നുള്ളതാണ്. അവിടെ ചോദിക്കേണ്ട കാര്യം കോൺഗ്രസിനില്ല, അത് കോൺഗ്രസ് ചെയ്യുകയുമില്ല. ഇനി എന്തെല്ലാം തർക്കമുണ്ടായാലും ഇവർ മറ്റേ ഏതെങ്കിലും ഒരു ഘടകകക്ഷി പരസ്യമായി വന്ന് ലീഗ് വന്ന് പരസ്യമായി ഇതിലാരായാലും ഞങ്ങൾക്ക് പറ്റില്ല എന്നൊരു നിലപാട് ശരിയല്ല. ഇവർ 3 പേരോട് ഇവർക്ക് ചില താല്പര്യങ്ങൾ സതീശനോട് സ്വാഭാവികമായിട്ടും കാണും. 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്. പക്ഷെ അവരങ്ങനെ അഭിപ്രായം ഔദ്യോഗികമായി പറയില്ല. അതുകൊണ്ട് ഘടകകക്ഷികളുടെ നിലപാട് ഏതെങ്കിലും തരത്തിൽ നിർണായകമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. മുമ്പ് കഴിഞ്ഞ VS അച്യുതാനന്ദൻ മിനിസ്ട്രിയിലും ഉമ്മൻചാണ്ടി മിനിസ്ട്രിയുടെ അവസാന കാലത്ത് ഉണ്ടായതുപോലെ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരം കൈകാര്യം ചെയ്യണമെന്ന് ഇത്തവണ ഉറപ്പില്ല, അല്ലേ? കാരണം ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോൾ മറ്റേയാളെയും കൂടി ഉൾപ്പെടുത്തുന്ന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.